എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് ദൈവത്തിൻ്റെ പ്രത്യേക കയ്യൊപ്പ് ചാർത്തി കിട്ടിയ ഓരോ ജന്മങ്ങൾ, ഇല്ലെങ്കിൽ ദൈവാംശമുള്ള ജന്മങ്ങൾ എന്ന് നമ്മൾ സാധാരണ മനുഷ്യർ വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ കരുതുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിപ്പോൾ പാട്ടുകാരായിക്കോട്ടെ, പാട്ടെഴുത്തുകാരായിക്കോട്ടെ, സംഗീത സംവിധായകരായിക്കോട്ടെ, ചിത്രരചന നടത്തുന്നവരായിക്കോട്ടെ, ഏത് വിഭാഗത്തിലും പെട്ട ആളുകൾ, അവരിൽ ദൈവത്തിൻ്റെ അംശം ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ചില ആളുകളുടെ, അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ കലാരംഗത്ത് വളരെ ഈ കല കൊണ്ട് തന്നെ ജീവിതം നടത്തുന്ന ഇല്ലെങ്കിൽ അതിധനികരായിട്ടുള്ള ആളുകളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ഇത്ര അല്പന്മാരാണോ, ഇവര് സാധാരണ സന്തതികളാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഒരു ചിത്രരചന നടത്തുന്ന ഒരാൾ ഒരു പടം വരച്ചിട്ട് അത് എനിക്ക് മാത്രം കാണാനാണ്, ഇത് വേറെ ആരും കാണണ്ട എന്ന് പറയുന്നതിൽ അതിനകത്ത് അവനെന്തെങ്കിലും മാനസിക പ്രശ്നം കാണും. ഇവൻ വരയ്ക്കുന്ന ഈ ചിത്രം മറ്റാരെങ്കിലും കണ്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ അവനൊരു അംഗീകാരം ഉണ്ടാവുക. അങ്ങനെ അത് മറ്റുള്ളവരെ കാണിക്കാനും ചിലപ്പോൾ അവരായിട്ട് കോപ്പി എടുക്കും. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു സീനറി എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാൾ ഇത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അത് മാനുഷികതയല്ല, അത് മനുഷ്യന് നടക്കുന്ന പരിപാടിയല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടിയാൽ ഇത് ഞാൻ മാത്രം കേട്ടാൽ മതി, ഇനി വേറെ ആരും ഇത് പാടരുത് എന്ന് പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും. അപ്പം പിന്നെ അത് അവിടെ തന്നെ പാടി അവരുടെ വീട്ടിൽ തന്നെ വെച്ച് റെക്കോർഡ് ചെയ്ത് അത് അവിടെ തന്നെ കേൾക്കുക, വേറെ പുറത്തേക്ക് അത് കേൾപ്പിക്കരുത്. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പം ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ചില ആളുകൾ, ഇപ്പം പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അതിപ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകനായിട്ടുള്ള ആൾ അവരുടെ പാട്ട് സ്റ്റേജിൽ ഉപയോഗിക്കരുത്, ഗാനമേളക്കാർ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആരും ഉപയോഗിച്ചാൽ അവരൊരു പരാതി എടുക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരു സിനിമ ഇറങ്ങി, ആ സിനിമയിൽ ഏതോ ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ കേസിന് പോയേക്കുക. ഇയാൾ ശരിക്കും ഈ സംഗീത സംവിധാനം ചെയ്തതിന്റെ പൈസ, അത് ധനം എത്രയാണോ അത് അയാൾ കൈനീട്ടി വാങ്ങിയതാണ്. അത് വാങ്ങിയതിന്റെ ലാഭം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞത് പബ്ലിക്കിലേക്ക് വിട്ടു കഴിയുമ്പോൾ അതിന്റെ പിന്നെ അത് ആരാ ചെയ്യുന്നത് എന്ന് ഇവർക്ക് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പണം മുടക്കിയ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ആ പ്രൊഡ്യൂസറല്ലേ ഇതിന് അവകാശം പറഞ്ഞിട്ട് പറയേണ്ടത്, ഇത് ഞാൻ പണം മുടക്കിയെടുത്ത പാട്ടാണ്, ഇല്ല ഞാൻ പണം മുടക്കിയെടുത്ത സിനിമയാണ്, ഇതിന്റെ കോപ്പി വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഞാൻ നിർദ്ദേശിക്കുന്ന ആളുകളല്ലാതെ വേറെ ആരും പാടാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ഈ സിനിമ കാണാൻ പാടില്ല എന്ന് അയാളല്ലേ പറയേണ്ടത്. ഇല്ല ഈ പാടിയ പാട്ടുകാരൻ പറയണ്ടേ, എന്റെ പാട്ട് ഇത് വേറെ ആരും പാടരുത്, ഇത് വേറെ ആരും കേൾക്കരുത്, വേറെ ആരും കാണരുത്. അപ്പോ ഞാൻ ശരിക്കും ചോദിക്കട്ടെ, നമ്മൾ ഈ ആസ്വാദകർ എന്ന് പറയുന്ന സാധാരണ വിഭാഗം ഒരു സിനിമ കാണുന്നില്ലെങ്കിൽ, ഇതിലൊരു പാട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഇവരെവിടെ എങ്ങോട്ട് പോയി, ഇവരുടെ കല എവിടെ വളരുമെന്ന് പറയുന്നത്, ഇവർക്ക് എവിടെ പൈസ ഉണ്ടാവുമെന്ന് പറയുന്നത്, ഇവർക്ക് ഇപ്പം ഈ കേസ് കൊടുക്കാനും ഈ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാനും പോകാനും അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ എന്നെ പോലെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും പോലെയുള്ള ആളുകൾ ആസ്വാദകരായിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഒരു സംഗീത സംവിധായകൻ ഇപ്പൊ അതൊരു എഴുത്തുകാരനുണ്ട്, അങ്ങനെയാണ് അയാൾ പറയേണ്ടത്, എന്റെ രചനയാണിത്, ഈ രചന ഇത് വേറെ ആരും ഇത് പകർത്താൻ ശരിയായിട്ട് കോപ്പിറൈറ്റ്. ഒരു കഥ ഒരാൾ എഴുതി, ആ കഥ അതുപോലെ തന്നെ അയാൾ പകർത്തി എഴുതി അയാളുടെ പേരും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാ, അത് ശരിയല്ല. പക്ഷെ അത് അതോടാൾ വായിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? ഇപ്പൊ ഒരു പാട്ട് സംഗീത സംവിധാനം അതിനോട് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ രചയിതാവുണ്ട്, അതിന്റെ നിർമ്മാതാവുണ്ട്, അത് പാടുന്ന ആളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പാടുന്ന ആൾ തന്നെ. കാര്യം ഈ സംഗീത സംവിധാനം ചെയ്യുന്നതൊക്കെ അവരുടെ കലയാന്നൊക്കെ പറയും. പക്ഷേ ഈ പാട്ടുകാരനില്ലെങ്കിലും ഇല്ല, പിന്നെ ഇയാൾക്ക് തന്നെ അങ്ങ് പാടിയാൽ പോരെ, ഇയാൾക്ക് തന്നെ നിർമ്മിച്ചാൽ പോരെ. അപ്പൊ ഇത് ഒരു നിർമ്മാതാവ് വേണം, ഒരു സിനിമയിലായാലും അല്ലാതെ ഒരു നാടകത്തിലായാലും വലിയൊരു എന്തിനായാലും ഒരു നിർമ്മാതാവ് വേണം, പണം മുടക്കാൻ ഒരാൾ വേണം. അപ്പൊ അയാളുടെ നിന്ന് കൈ നീട്ടി നമ്മൾ ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങിയതിന് ശേഷം പിന്നീട് ഇതാരും ഉപയോഗിക്കരുത്, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കേട്ടാൽ മാത്രം മതി എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഈ ജനം അങ്ങ് തീരുമാനിക്കുക. ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഇയാള് ഇല്ലെങ്കിൽ പാട്ടുകാരനോ എഴുത്തുകാരനോ സിനിമക്കാരനോ ഇവന്റെ സിനിമ ഞങ്ങൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ ഇവന്റെ പാട്ട് ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്താ അവസ്ഥ? അപ്പൊ ഇത് ഈ സംഗീതത്തോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ കലയോടുള്ള സ്നേഹം സാധാരണക്കാരെ ഇവർ മുതലെടുക്കുകയാണ്. ശരിക്ക് ഇത്തരക്കാര്, അതായത് ഈ കേസിന് പോകുന്ന ആളുകൾ, ഇല്ലെങ്കിൽ എന്റെ പാട്ട് പാടാൻ പാടില്ല, ഗാനമേളയ്ക്ക് പാടാൻ പാടില്ല, അല്ലാതെ പാടാൻ പാടില്ല, സിനിമകളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില റീൽസിനൊക്കെ ചില പാട്ടുകൾ ഇങ്ങനെ ഇടാറുണ്ട്. ഈ യൂട്യൂബിലോ അല്ല ഫേസ്ബുക്കിലോ ഇടും, തൊട്ടായിട്ട് നോട്ടിഫിക്കേഷൻ വരും, ഇത് കോപ്പിറൈറ്റ് ആക്ട് പറയാൻ തെറ്റാണ്, നിങ്ങൾ കേസിൽ പെടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതും നമുക്ക് ഉപയോഗിക്കണം, നല്ല നല്ല പാട്ടുകൾ. അപ്പം ഇത് നമുക്ക് സാധാരണക്കാർക്ക് കേൾക്കാനോ ആസ്വദിക്കാനോ ഉള്ള സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ഇവർ തന്നെ വീട്ടിൽ കൊണ്ടുവച്ച് കേൾക്കുമല്ലേ ഭേദം. അപ്പൊ ചെയ്യേണ്ടത് ഇത്തരം ആളുകളുടെ പാട്ടുകൾ കേൾക്കാനോ അവരുടെ സിനിമകൾ കാണാനോ ഇവരെ പ്രോത്സാഹിപ്പിക്കാനോ സാധാരണക്കാര്
നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇവര് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇവർക്ക് ഈ സൗകര്യങ്ങളും ഈ നക്ഷത്ര പദവിയെക്കുറിച്ച് സാധാരണ ജനമാണെന്ന് ചിന്തിച്ചാൽ ഈ ജനങ്ങൾക്കെതിരെ ഇവർ പ്രതികരിക്കില്ല. എന്തിനും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇവരിന് കൂലി വാങ്ങി പോയ ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ജനത്തിനെതിരെ ഇവർ പെരുമാറുമ്പോൾ ഇവർക്കെതിരെ ജനം തിരിയണം. അതിപ്പോ സംഗീത സംവിധാനായിക്കോട്ടെ, ഗാനരചയിതാവായിക്കോട്ടെ, സിനിമാ സംവിധാനമായിക്കോട്ടെ, നിർമ്മാതാവായിക്കോട്ടെ, ഇതിനെല്ലാം പുറകെ നിന്ന് ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിനൊന്നും പറയാനില്ല. അയാൾ പൈസ മുടക്കി പോയി, ഇല്ല ഒരു പറ്റം ആളുകൾ പൈസ മുടക്കി പോയി. ഇതിനകത്ത് കുറച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ, എന്റെ നാട്ടിലുള്ളവർ നാട്ടിൽ പാതി എന്നൊക്കെ നാട്ടിൽ പറയുന്ന പോലെ ഞാനാണ് ഇതിന്റെ ആള്, ഇത് വരാൻ ചെയ്യരുത് എന്ന് പറയുന്ന ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക. നല്ല കലാകാരന്മാരെ, ജനകീയ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധാരണക്കാരെല്ലാവരും ശ്രമിക്കുന്നതാണ് എനിക്ക് ഈ വസ്തു തോൽപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.